ഹലോ ആൻഡ് വെൽക്കം ടു CSOL എഡ്യൂക്കേറ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ അവർ പാസ്റ്റ് 1-ലെ ചാപ്റ്റർ 4 ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ ടൈറ്റിലിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് വാട്ട് ബുക്സ് ആൻഡ് ബറിയേഴ്സ് ടെൽ അസ്. പ്രധാനമായിട്ട് പുസ്തകങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശവകുടീരങ്ങൾ നമ്മളോട് എന്തൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ നമ്മളോട് പറയുന്നത്. പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്ന റെഫറൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രാചീന ഗ്രന്ഥമായിട്ടുള്ള ഋഗ്വേദം തന്നെയാണ്. ഋഗ്വേദത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുൻകാല അല്ലെങ്കിൽ പരമ്പരാഗതമായി നൽകപ്പെട്ടിട്ടുള്ള നമ്മളുടെ വേദങ്ങളിലും അല്ലെങ്കിൽ ലിറ്ററേച്ചറുകളിലും നൽകപ്പെട്ടിരിക്കുന്ന വിവരണങ്ങളിൽ നിന്ന് കൂടിയാണ് ചരിത്രകാരന്മാർ ചരിത്രം പുനഃക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രത്തിൽ ചിന്തിക്കുമ്പോൾ അത് രണ്ട് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഋഗ്വേദ പ്ലസ് ബറിയൽ സൈറ്റുകൾ. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് ഋഗ്വേദവും ബറിയൽ സൈറ്റുകളും ഓരോന്നും അതിൽ നിന്ന് എങ്ങനെയാണ് ഹിസ്റ്ററി ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഹിസ്റ്ററി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രധാനമായിട്ടും ഋഗ്വേദ എന്ന ഒരു ഗ്രന്ഥം 3500 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വാമൊഴിയായി നൽകപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഋഗ്വേദം. പ്രധാനമായിട്ടും സൂക്തങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന സൂക്തങ്ങൾ 1000-ലധികം സൂക്തങ്ങളുള്ള ഋഗ്വേദത്തിന് ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ട്. അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, അന്നത്തെ യുദ്ധങ്ങൾ, അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ, അന്ന് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം, അവരുടെ രീതികൾ എങ്ങനെയായിരുന്നു, അവരെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് ഋഗ്വേദം നമുക്കറിയാം. ദ ഓൾഡസ്റ്റ് വേദ ഇസ് ദ ഋഗ്വേദ, composed about 3500 years ago. The Rigveda includes more than 1000 hymns known as Sukta or Well-said. അതായത് ഏകദേശം 1000-ലധികം സൂക്തങ്ങളാൽ സമൃദ്ധമാണ്, സൂക്തങ്ങൾ കൊണ്ട് തന്നിരിക്കുന്ന ഒന്നാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. ഋഗ്വേദത്തില് പ്രധാനമായിട്ടും എന്തിനുവേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സൂക്തങ്ങൾ ഓരോന്നും ഓരോ ദേവന്മാരെ അല്ലെങ്കിൽ ദേവതകളെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളായിട്ടൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ടായിട്ടുള്ള 3 പ്രധാന ദേവന്മാരാണ് അഗ്നിദേവൻ, ഇന്ദ്രദേവൻ, പിന്നീടുള്ളത് സോമ, എ പ്ലാന്റ് ഫ്രം വിച്ച് എ സ്പെഷ്യൽ ഡ്രിങ്ക് വാസ് പ്രിപ്പയർഡ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഋഗ്വേദത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സൂക്തങ്ങളെല്ലാം തന്നെ എഴുതിയിരിക്കുന്നത് സേജസ് ആണ്, ഋഷിമാരാണ്. എന്നാൽ പൂർണ്ണമായിട്ടും ഋഷിമാർ മാത്രമല്ല ഇത് എഴുതിയിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഏകദേശം വളരെ കുറച്ച് ലോപമുദ്ര പോലുള്ള ഘോഷ, വാക്, അംബിരണി തുടങ്ങിയ സന്യാസിനിമാരും എഴുതിയ സൂക്തങ്ങൾ എവിടെ കാണാൻ സാധിക്കും? നമുക്ക് ഋഗ്വേദത്തിൽ കാണാൻ സാധിക്കും. അപ്പം ഒരു സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. കാരണം എന്താണ്? because of the contributions of women sages in the development of what Rigveda. ഇത് ലിറ്ററലി നമ്മളോട് പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു വലിയ സ്ത്രീ പ്രാതിനിധ്യം എവിടെ ഉണ്ടായിരുന്നു? ഈ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഈ ഋഗ്വേദത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റും. Most of the hymns were composed and taught and learned by men. A few were composed by women. Rigveda is an old or Vedic Sanskrit which is different from Sanskrit you learn in school days. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയേ ഉള്ളൂ. ഇവിടെ ഋഗ്വേദം രചിച്ചത് ഒരു പൂർണ്ണമായിട്ടും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് മാത്രമല്ല, അവിടെ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ലോപമുദ്ര, ഘോഷ, വാഗ്, അംബിരണി ഒക്കെ തുടങ്ങിയത് ഇതിലെ ഉദാഹരണങ്ങൾ മാത്രമാണ്. വിശ്വവാര, അപല തുടങ്ങിയ മറ്റും എഴുത്തുകാരുണ്ടായിരുന്നു. എന്നാൽ ഈ 3 പേരാണ് പ്രധാനമായിട്ടും നിൽക്കുന്നതെങ്കിലും മറ്റ് എഴുത്തുകാർ കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. How historians study Rigveda. Historians like archaeologists find out the past. In addition to material remains, they examine written sources as well. ഒരു ഹിസ്റ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹിസ്റ്ററിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പല സോഴ്സുകൾ നമ്മൾ എടുക്കും. അതിലൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ റിമെയിൻസ്, ബറിയൽ സൈറ്റുകൾ, അത്തരത്തിലുള്ള കോയിൻസ്, സീൽസ്, ബീഡ്സ്. നമ്മള് ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയിരുന്ന ഇത്തരത്തിലുള്ള സംഗതികളൊക്കെയും തന്നെ
ഹിസ്റ്ററിയൻസ് ഇത് എന്താണ് ഒരു കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുവാൻ ഉപയോഗിച്ചിരുന്നുണ്ട്. എന്നാൽ ഈ ഋഗ്വേദം പ്രധാനമായിട്ടും എന്താണ് ഉപയോഗിച്ചിരുന്ന ഒരു എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ എടുക്കാം. വിശ്വാമിത്ര മഹർഷിയും രണ്ട് നദികൾ തമ്മിലുള്ള സംഭാഷണം ഇതിനകത്ത് വരുന്നുണ്ട്. ഈ വിശ്വാമിത്ര മഹർഷിയും രണ്ട് സന്യാസിമാരും ഈ ഒരു പേജിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. വിശ്വാമിത്ര, ഓ റിവേഴ്സ് കം ഡൗൺ ഫ്രം ദ മൗണ്ടൻസ് ലൈക്ക് ടു സ്വിഫ്റ്റ് ഹോഴ്സസ്, like two shining cows that lick their calves. You move like chariots to the sea through the power of Indra. You are full of water and wish to unite with one another. The rivers, we who are full of water, move along the path the gods have made for us. Once we start flowing, we cannot be stopped. What do you pray to us, O sage Vishwamitran? O sisters, please listen to me, the singer who has come from a distance with the chariots and carts. Let your waters not rise about the axles so that we can cross safely. The rivers, we will listen to your prayers so that you can cross safely. Historians point out that ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയാം. ഒന്ന്, രണ്ട് കുതിരകളെ പോലെ, എന്താണ്, രണ്ട് ഷൈനിങ് കൗസിനെ പോലെ, അവയുടെ കാവ്സിനെ പോലെ, ചാരിയറ്റ്സ്, ഇന്ദ്രദേവൻ, കാറ്റ്, ഇവയൊക്കെ ഒരു ചില വാക്കുകളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇവയൊക്കെ എന്താണ്, അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളിൽ നിന്നാണ് ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യുന്നത്, അവരുടെ ലിറ്ററേച്ചറുകൾ ഫോം ചെയ്യുക. അതിപ്പോ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമയാണെങ്കിലും ശരി, നാടകമാണെങ്കിലും ശരി, മറ്റു കലാരൂപങ്ങളാണെങ്കിലും ശരി, ദേ അഡോപ്റ്റ് എവറി പോസിബിൾ തിങ്സ് ഫ്രം സൊസൈറ്റി, അല്ലെങ്കിൽ ദേ അഡോപ്റ്റ് എവറിത്തിങ് പോസിബിൾ ഫ്രം ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. അപ്പം എന്താ ചെയ്യുക, അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ കുതിരയും കുതിരവണ്ടികളും ഒക്കെയും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു റിട്ടേൺ സോഴ്സ് ഓഫ് എവിഡൻസ് ആണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മൾ UPSC ഒരിക്കലും നേരിട്ട് ചോദിച്ചതില്ല, വിശ്വാമിത്രനും നദികളും തമ്മിൽ, ബിയാസും നദികളും തമ്മിലുള്ള സംഭാഷണത്തിൽ എത്ര തവണ കുതിരകളെ കുറിച്ച് ചോദിച്ചു എന്നൊന്നും ഈ പറയുന്ന UPSC ചോദിക്കത്തില്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് സച്ച് ക്വസ്റ്റ്യൻസ്, they will be going forward with something else that ഇങ്ങനെ ചോദിക്കാം, എന്താണ്, they had an idea about horses, they had the idea of making wheels, അല്ലെ? അപ്പൊ നമ്മൾ ഈ കാറ്റിന് എപ്പോഴും വീലുണ്ടാവും. ഇപ്പം കുതിരവണ്ടികൾക്ക് അല്ലെങ്കിൽ രഥങ്ങൾക്ക് എപ്പോഴും വീലുകൾ ഉണ്ടാവും. അപ്പൊ വീലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യകളെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ദേ മേ ആസ്ക് ഫോർ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യം ഉണ്ടാവുക. അപ്പം ഇത്തരത്തിലുള്ള, അതായത് ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ സബ് കോണ്ടിനകത്ത് ഈ ബിയാസിന്റെ നദി, ഈ ഒരു നദി സിസ്റ്റത്തിനകത്ത്, റിവർ സിസ്റ്റത്തിനകത്ത്, ഇവിടെയുള്ള ഒരു കാലഘട്ടത്തിൽ ദേ ന്യൂ ഹൗ ടു മേക്ക് വീൽസ്. അത് നമുക്കറിയാം. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ദേ നോ അബൌട്ട് ഹോഴ്സസ്, അല്ലെ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു രീതി പറയാം, ഹോഴ്സസിനെ കുറിച്ച് പറയാൻ സമയത്ത് മറ്റൊരു രീതി പറയാം. ഇന്ത്യൻ കാടുകളിൽ ലഭ്യമല്ലാത്ത ഒരു മൃഗമാണ് ഹോഴ്സ്. ദേ കെയിം ഫ്രം സ്റ്റെപ്പീസ്, എന്താണ്, നമ്മുടെ മെഡിറ്ററേനിയൻ ഭാഗത്ത് നിന്ന് വന്ന ഒരു ജീവിയാണ് ഹോഴ്സസ്. ഇന്ത്യൻ കാടുകളിൽ നമുക്ക് കുതിരകളെ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ എന്താണ്, ദേ ഹാഡ് they had a well connected network with the foreign countries as well. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, അങ്ങനെ ഒരു സാധ്യതയിലേക്കാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ഇതിനെ അങ്ങനെയാണ് നമ്മൾ UPSCക്ക് വേണ്ടി പഠിക്കേണ്ടത്. മനസ്സിലാകും. അപ്പം ഇവിടെ എന്താണ്, they had an idea about chariot, cart, they had the idea of what wheel making technology and everything was there. അപ്പം വെറുതെ ഒരു ലിറ്ററേച്ചർ മാത്രമല്ല, they extracted the very concepts of life to this particular Rigveda. ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ബാക്കിയിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ ചോദ്യത്തിന്റെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം പഠിക്കുന്നതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോഴും യു ക്യാൻ ഗോ ഫോർ ജിയോഗ്രഫി. എങ്ങനെയാണ് ജിയോഗ്രഫിയിലേക്ക് പോവാം? ഇവിടെ എന്താണ്, ബിയാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ്, സത്ലജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് നദികളെ പറ്റിയിട്ടും ഈ റിവർ സിസ്റ്റത്തെ പറ്റിയും പഞ്ചാബ് നദികളെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ പഞ്ചാബ് റിവർ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി നിങ്ങൾക്ക് നടത്താം. അപ്പൊ നമ്മൾ ജിയോഗ്രഫി പഠിക്കുമ്പോൾ അത് പഠിക്കും, പക്ഷേ ഇതെന്താണ്, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന കൂടെ തന്നെ ഇതും കൂടെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. Okay. Cattle, horses, and chariot. There are many prayers in Rigveda for cattle, children, especially sons. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആൺമക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. കുതിരകൾക്ക് വേണ്ടി, കാറ്റൽസിന് വേണ്ടി,
children, especially for son. കാരണം എന്താണെന്ന് വെച്ചാൽ they actually wanted to get flourished in economic perspective as well. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇവയെല്ലാം കാറ്റിൽ ആയിക്കോട്ടെ, ഹോഴ്സ് ആയിക്കോട്ടെ, ഇവയൊക്കെ എന്താണ് ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള വളർച്ച കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഈവൻ ഡ്യൂറിങ് ദ BCE era, they considered that the women children or girl child is a burden for the family. That's why recently the Prime Minister of India came forwarded with what the Beti Bachao, Beti Padhao schemes and all these connected. അപ്പോൾ ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ പഠിച്ചു തുടങ്ങാനൊക്കെ വേണ്ടത്. The horses were yoked to chariots that were used in battles, which were fought to capture cattle. പലപ്പോഴും പല യുദ്ധങ്ങളും നടത്തിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മറ്റൊരു സമ്പത്തിനെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് ചിലപ്പോൾ ഇതാവാം, ലാൻഡ് ആവാം, കാറ്റിലാവാം, ഈവൻ മറ്റു എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പം some of the wealth that was obtained was kept by the leaders, some was given to the priest, and the rest was distributed among the people. ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പം ചിലപ്പോൾ ചോദിക്കാം, the wealth acquired from this battle, അവർ എന്ത് ചെയ്തു? അവർ മൂന്നായിട്ട് വിവിധം വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നെന്താണ്, അത് നടത്തിയ ലീഡേഴ്സ് കൊടുത്തിട്ടുണ്ടാവാം, അന്നത്തെ മതപുരോഹിതന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്, പിന്നെ സാധാരണ ജനങ്ങൾക്കും ലഭ്യമായിട്ടുണ്ട്. Some wealth was used for the performance of Vyajana or sacrifice and offering which were made into the fire. These were meant for gods and goddesses. Offering could include ghee, grain, and in some cases animal. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേതാവിന് കിട്ടി, അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് കിട്ടി, അവരുടെ പുരോഹിതന്മാർക്ക് കിട്ടി, സാധാരണ ജനങ്ങൾക്ക് കിട്ടി, ഈവൻ ദൈവത്തിന് പോലും അതിന്റെ അംശം ലഭിച്ചിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്താണ് ബലിയായിട്ടോ അല്ലെങ്കിൽ മൃഗബലിയായിട്ടോ അല്ലെങ്കിൽ നേർച്ചകളായിട്ടോ ഒക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ദൈവത്തിനും സമർപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ദേവതകൾക്കും സമർപ്പിച്ചിട്ടുണ്ട്. Most men took part in these wars. There was no regular army, but there was assemblies where people met and discussed matters of war and peace. They also chose leaders who were often brave and skillful warriors. ഇത് പലപ്പോഴും എന്താണ്, അന്നത്തെ ഒരു നാട്ടുകൂട്ടം പോലെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, കൂടുതൽ ആളുകൾ എന്താണ്, സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു ആർമി സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ആർമി സിസ്റ്റം ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ പോയിന്റേ ഉള്ളൂ, there was no such structured government as well. അതാണ്, ഒരു സ്ട്രക്ചർഡ് ഗവൺമെന്റ് ഇല്ല, അതുകൊണ്ട് തന്നെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ആർമി ഇല്ല. People often meet together, they discuss war and peace, they fight against the enemy countries or enemy locations, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് പലപ്പോഴും നമുക്കറിയാം, ആ സമയത്ത് അല്ലെങ്കിൽ എന്താ ഏത കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് the people were being divided into 4 categories. One is എന്താണ്, ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യ, ശൂദ്ര ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രധാനമായിട്ടും 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഒന്ന് എന്താണ് പറയുന്നത്, പ്രീസ്റ്റ്, സംടൈംസ് കോൾഡ് ബ്രാഹ്മിൻസ്, who perform various rituals, and the rajas. ഇവിടെ 2 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബ്രാഹ്മിൻസ് ഉണ്ട്, മറ്റൊന്ന് രാജാസ് ഉണ്ട്. എന്നാൽ രാജാസ് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു കിങ്ഡത്തിന്റെ ഉടമയൊന്നും ആയിരുന്നില്ല. അവരുടെ മക്കൾ നേരിട്ട് ഇതിനെ സക്സീഡ് ചെയ്യുന്നുണ്ടാവുന്നുമില്ല. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, പലപ്പോഴും എന്താണ്, ഈ ഈ കാലഘട്ടത്തിൽ അന്ന് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, they were assemblies where people met and discussed matters of war and peace. They also chose leaders who were often brave and skillful warriors. അത്തരത്തിലാണ് രാജാക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ മക്കൾ രാജാവാകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. The rajas were not like that ones you will be learning about later. This will not be having capital cities, palace or animals. Nor did they collect taxes as well. ഇതെന്താണ്, പലപ്പോഴും ഒരു ടൈറ്റിൽ സംവിധാനം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ദിസ് ഇസ് ഓൾ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ തിങ്. ജനങ്ങളെ അവർ വിളിച്ചുകൊണ്ടിരുന്ന പേര് വിഷ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. നെക്സ്റ്റ് വൺ ഇസ് സൈലന്റ് സെന്റിനൽ, ദി സ്റ്റോറി ഓഫ് മെഗാലിത്ത്. ഇത് ഈ ഒരു പോയിന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ബറിയൽ സൈറ്റുകൾ എന്ന് പറയുന്നത്. പലപ്പോഴും എന്താണ്, നമ്മളുടെ ഇന്ന് കാണുന്നത് തന്നെ ബറിയൽ സൈറ്റുകൾക്ക് പലതരത്തിലുള്ള ഭംഗികൾ കൊടുക്കുകയും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരു രൂപ സാദൃശ്യങ്ങളും അസാദൃശ്യങ്ങളും ഒക്കെ കാണാറുണ്ടായിരുന്നു. പലപ്പോഴും എന്താ പറയാ, ഒന്നിലധികം ആളുകളെ ഒരിടത്ത് അടക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ട്.
കൂടുതൽ സമ്പത്തുകൾ, അതായത് സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ കൂടി എന്താണ് ഇവിടെ അടക്കുന്നത് കണ്ടിട്ടുണ്ട്. കുതിരകളുടെ സ്കെലിറ്റൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും എന്താണ് ഇത് ഇവരൊക്കെ മൈറ്റ് ബി ഇൻ ദ സ്ട്രോങ്സ്റ്റ് പൊസിഷൻ ഓഫ് ഹാവിങ് എ ബിലീഫ് ഓഫ് വാട്ട് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അപ്പൊ അന്ന് കാലഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള പല കാരണങ്ങളായിട്ടാവാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അവർ നിക്ഷേപിച്ചിരുന്നത്, as the Egyptians did in their pyramids. The stone boulders are known as megalithic. These were carefully arranged by people and were used to mark burial sites. The practice of erecting megalithic began about 3,000 years ago and was prevalent throughout the Deccan, South India, in the north, east and Kashmir. എന്താ പറഞ്ഞാൽ ഒരു 3000 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങൾ, അതായത് അടക്കുകളും ശവ അല്ലെങ്കിൽ അടക്കുകയും അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, ശീലം 3000 വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് നമുക്കറിയാൻ കഴിയും. Some important megalithic sites are shown in Mark 2, while some other megaliths can be seen on the surface. Other megalithic burials are often underground. Sometimes archaeologists find a circle of stone shoulders or a single large stone standing on the ground. These are the only indicators that there are burials beneath. അപ്പൊ എന്താ പലപ്പോഴും എന്താണ് കല്ലുകളുടെ സീരീസ് കണ്ടതാണ് നമ്മൾ ഇത് തിരിച്ചറിയുന്നത്. അപ്പൊ ഈ കല്ലുകളുടെ സീരീസ് മാത്രമല്ല, അത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ് കല്ലുകൾക്ക് മുകളിൽ മറ്റൊരു കല്ല് ഇങ്ങനെ വെക്കുന്ന ഒരു കൂൺ ഷേപ്ഡ് അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതുപോലെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള സ്ഥാനത്തിനകത്താണ് ഇത്തരത്തിലുള്ള ഒരു ബറിയൽ സൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുക. നോർമലി ഈ കുതിരകളുടെ ഉപകരണങ്ങൾ, ഡാഗർ, അതുപോലെ തന്നെ ഇതാണ് ചെരുപ്പുകൾ തുടങ്ങിയവയൊക്കെയും എന്താണ് ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ചില പാത്രങ്ങൾ വിച്ച് ആർ ഓൾസോ കോൾഡ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, ഇത്തരത്തിലുള്ള അയൺ കണ്ടിട്ടുണ്ട്, സ്കെലിറ്റൺ ഓഫ് ഹോഴ്സസ് കണ്ടിട്ടുണ്ട്, ഹോഴ്സ് എക്യുപ്മെന്റുകൾ കണ്ടിട്ടുണ്ട്, ഓർണമെന്റ്സ് ഓഫ് സ്റ്റോൺ ആൻഡ് ഗോൾഡ്, ഇത്രയും സാധനങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും ഇവിടുന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. The dead were buried with distinctive pots which are called black and red ware. Also found tools and weapons of iron and sometimes skeletons of horse equipment and ornaments of stone and gold. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ 2 മാർക്കിന്റെ ചോദ്യം UPSCക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതും കൂടെ ഒന്ന് ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു പോയിന്റ് ആയിരുന്നു. ആർക്കിയോളജിസ്റ്റ് think that objects found with the skeleton probably belong to dead person. Sometimes more objects are found in one grave in one other. പ്രധാനമായിട്ട് ബ്രഹ്മഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാടിന്റെയും കർണാടകയിലെ കുടകുമായിട്ട് അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ബ്രഹ്മഗിരി എന്ന് പറയുന്നത്. ഈ സ്ഥലങ്ങളിൽ എന്താണ്, one skeleton was buried with 33 gold, 2 stone beads, 4 copper bangles and 1 conch shell. ഇത്രയും കാര്യങ്ങൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ആ സമയത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? എന്താണ്, സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട്, ഇരുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, എന്താ പറയാ, കോപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, സ്റ്റോൺ ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങളും അല്ലെങ്കിൽ ആഭരണങ്ങളും ഇതിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. The skeletons have only few bones. These finds suggest that there was some difference in status amongst the people who were buried. പലപ്പോഴും എന്താണ്, ഓക്കെ, ചിലയിടത്ത് എന്താണ് പോട്ടുകൾ മാത്രം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എന്താണ് കലങ്ങളും അത്തരത്തിലുള്ള റെഡ് ആൻഡ് ബ്ലാക്ക് വെയർ പോലുള്ള സാധനങ്ങൾ മാത്രമേ കാണുള്ളൂ. അവർക്ക് ചില സമയത്ത് എന്താണ്, ചിലയിടങ്ങളിൽ സ്വർണം കിട്ടും, ചിലയിടത്ത് ഇരുമ്പുണ്ടാവും, കുതിരകളുടെ സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ ചിലയിടങ്ങളിൽ എന്തുണ്ടാവുന്നുണ്ട്, മൺകലങ്ങൾ മാത്രമാണ് ഇത്. അപ്പൊ അവരുടെ ഒരു സാമ്പത്തിക അസമത്വത്തെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ ഹിന്റ് എവിടെ നിന്ന് കിട്ടും. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ചില സ്ഥലങ്ങളിൽ എന്താണ്, ഒന്നിലധികം ആളുകളെ ഒരേ ബറിയൽ സൈറ്റിൽ നിന്ന് കിട്ടാം. അപ്പോഴെന്താണ് നമുക്ക് പലപ്പോഴും അനുമാനിക്കാവുന്നതാണ് എന്താണ് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ അതല്ലെങ്കിൽ അവരുടെ ഫാമിലി തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യൽ ബറിയൽ അറ്റ് ഇനം ഗൗൺ, ഇതും എന്താണ് മഹാരാഷ്ട്രയിലെ ഭീമ നദിയുടെ ഒരു പോഷക നദിയായിട്ടുള്ള റിവർ ഗോഡിന്റെ സൈഡിലാണ് ഇനം ഗൗൺ കാണാൻ സാധിക്കുക. ഇവിടെ എന്താ പറയാ, അഡൾട്ട്സിനെ ഒരു ബറി ചെയ്തിരിക്കുന്നത് എവിടെയാണ്, എന്താ പറയാ, ഗ്രൗണ്ടിൽ ലെയ്ഡ് ഔട്ട് സ്ട്രെയിറ്റ് വിത്ത് ഹെഡ് ടുവേർഡ്സ് നോർത്ത്. Sometimes burials were within the houses. Vessels that properly contained food and water were placed with the dead.
ഇതെന്താണ്, ഇനം ഗാവനിൽ നമുക്ക് പ്രധാനമായിട്ടും എവിടെയാണ്, മഹാരാഷ്ട്ര റീജിയനിലാണ് ഈ ഗാവൻ എന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് മരിച്ചിട്ടുള്ള ആൾക്കാരെ നിലത്ത് നീണ്ടു കിടക്കുവാൻ അനുവദിച്ചിരുന്നു. അവരുടെ ശിരസ് ഭാഗം വന്നിരുന്നത് നോർത്തേൺ സൈഡിലേക്കായിരുന്നു. അവർക്ക് എന്താണ്, പല പാത്രങ്ങളിലും പല ഫുഡിന്റെ അവശിഷ്ടങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മരണത്തിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിശ്വാസത്തിൽ അവർ കൊടുത്തുവിടുന്ന ചില സാധനങ്ങൾ. One man was found buried in a large four-legged clay jar in the courtyard of a five-room room. ഇത് ചില സമയത്ത് ഇനം ഗാവൻ എന്ത് ചെയ്യാറുണ്ട്, വീടുകൾക്കകത്തും അവർ അടക്കം ചെയ്യാറുണ്ട്. അതായത് വലിയ നന്നാടി പോലുള്ള വലിയ പാത്രത്തിനകത്ത്, വലിയ 4 കാലുള്ള പാത്രത്തിനകത്ത്, ഒരു ക്ലേ ജാറിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. Inamgaon എന്ന് പറയുന്നത് Inamgaon located on the banks of River Ford, a tributary of Bhima, was discovered in the year 1967 to 68. This city existed around 3,600 and 2,700 years back, but continues to attract the archaeologists. ഇവിടെ എന്താണ്, ഏകദേശം 3600, 2700 മുതൽ 3600 വർഷം വരെ പഴക്കമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഇനംഗാവൻ എന്ന് പറയുന്നത്. ഇത് കാണുന്നത് എവിടെയാണ്, ഭീമ നദിയുടെ പോഷക നദിയായ റിവർ കോഡിന്റെ കരയിലാണ് ഇത് കാണാൻ സാധിക്കുക. They found that farming was vital occupation of the people of Inamgaon. They have also found bones of various animals, most of which bear cut marks. This shows that the men then herded animals for food. നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, എന്താ പറയാ, ജനങ്ങൾ കൃഷി ചെയ്യുകയും അവര് ഈ ജീവജാലങ്ങളെ വളർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. The inhabitants of Inamgaon had a special burial ritual. They buried the dead in straight position in oval-shaped pits, with the head pointing towards north while legs to the south. അത് എന്താണ്, നമുക്ക് നോർത്തിലേക്ക് തല വെച്ച് ആണ് അടക്കുക ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ കാണാൻ സാധിക്കുന്നു, ഇനംഗാവൻ കാണുന്നുണ്ട്. The people also buried vessels within their death, which were believed to contain food and water for survival of death on his journey to the next world. അപ്പൊ പലപ്പോഴും എന്താണ്, ഇവര് മരിച്ച ആളുകാരുടെ അടക്കം ചെയ്യുന്ന കൂടുതൽ അവരുടെ ഭക്ഷണം കൂടി വെക്കുമായിരുന്നു. കാരണം മറ്റൊരു ലോകത്തിലേക്കുള്ള യാത്രകളിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്നൊരു വിശ്വാസം ആർക്കുണ്ടായിരുന്നു, ഇനംഗാവനിലുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്നത് ഒരു വ്യക്തമായ കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ഋഗ്വേദത്തെ പറ്റിയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2, ബറിയൽ സൈറ്റ്സിനെ പറ്റിയിട്ട്. ബറിയൽ സൈറ്റിനകത്ത് ഇവർക്ക് ഏതൊക്കെ ഇതിനെ കുറിച്ച് അറിയായിരുന്നു, ഗോൾഡ് അറിയായിരുന്നു, കോപ്പർ അറിയായിരുന്നു, അതുപോലെ തന്നെ എന്താണ്, അയൺ അറിയാമായിരുന്നു. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ഇവർക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ് എന്താണ്, ജുവലറി മേക്കിംഗ് ഇവർക്ക് അറിയാമായിരുന്നു. വിദേശ രാജ്യങ്ങളുമായിട്ട് ഫോറിൻ റിലേഷൻസ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഋഗ്വേദത്തിലെ കുതിരകളുടെ എന്താണ് ഹിന്ദുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഈ മൃഗങ്ങൾ അല്ലെങ്കിൽ ഈ ബറിയൽ സൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, കുതിരകളുടെ ഉപകരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പം ഇവരെന്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, ഈ മെറ്റലുകൾക്ക് അപ്പുറത്ത് ഈ ക്ലേ വെയറുകൾ അല്ലെങ്കിൽ കലങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഹിന്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. അതുപോലെ തന്നെ 2 നദികളെ കുറിച്ച് പറയുന്നുണ്ട്, ബിയാസിനെ കുറിച്ച് പറയുന്നുണ്ട്, സത്ലജിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഭീമ നദിയെ പറ്റി പറയുന്നുണ്ട് അല്ലെ. അതുപോലെ എന്താണ്, നമ്മളുടെ അതിന്റെ പോഷക നദിയായിരിക്കുന്ന റിവർ ഗോഡിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. ഈ ഒരു ടോപ്പിക് പഠിക്കുന്ന സമയത്ത് ബിയാസിനെ കുറിച്ചോ അല്ലെങ്കിൽ സത്ലജിനെ കുറിച്ചോ തോതിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ ഭീമയെ കുറിച്ച് പഠിക്കുന്നു, നിങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതൊരു സെഷനായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം. അപ്പൊ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും, ഇത് എങ്ങനെയാണ് ജോഗ്രഫി പഠിച്ചു പോകണമെന്നൊരു ഐഡിയ കിട്ടും. ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പോയിന്റുകളൊന്നും വായിക്കാൻ ശ്രമിക്കുക. Find China in your address. Around 3,500 years ago, we find some evidence of writing in China. These writings were animal bones. These are called oracle bones. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കും, ഈ oracle bone എന്താണെന്ന് ചോദിക്കാം.
because they were used to predict the future. The king's gods tries to write questions on the bones. അങ്ങനെയൊക്കെയുള്ള അതായത് യുദ്ധം ജയിക്കുവോ, അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ലഭ്യമാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ പ്രധാനമായിട്ടും 3500 വർഷം മുമ്പ് ഒറാക്കിൾ ബോൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ചൈനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ 4-നകത്തുള്ളത്. കൃത്യമായിട്ടൊന്ന് വായിക്കുക, പഠിക്കുക. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ.